الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الذين هم من خشية ربهم مشفقون والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون والذين يؤتون ما وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون. ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും പരമാവധി പാലിച്ച് നല്ലവരായി ജീവിച്ചു മരിക്കുവാൻ ശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട ചില ഗുണങ്ങളും സ്വഭാവങ്ങളുമുണ്ട്. സാധാരണ മനുഷ്യരെ പോലെ മുസ്ലിങ്ങളെ പോലെയല്ല നമ്മൾ. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ കൃത്യമായി പറയപ്പെട്ട, വ്യക്തമായി നിർവചിക്കപ്പെട്ട സ്വഭാവ ഗുണങ്ങളുള്ള ആളുകളായിരിക്കും. വിശുദ്ധ ഖുർആൻ ധാരാളമായി കൊണ്ട് അക്കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻഫാലിന്റെ ആദ്യ ഭാഗത്തെ ആയത്തിലൂടെ കാണാൻ സാധിക്കും, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. വിശ്വാസികൾ അവർ അള്ളാഹിനെ കുറിച്ച് പറയപ്പെട്ടാൽ, ഓർമ്മിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങും. വിശ്വാസികളുടെ സ്വഭാവമാണ്. അള്ളാഹുവെ കുറിച്ച് ഓർമ്മിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങും. മാത്രവുമല്ല വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. ഒരായത്തങ്ങ് കേട്ടാൽ ആ ആയത്ത് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തുന്നവരായിരിക്കും വിശ്വാസികൾ എന്ന്. മാത്രവുമല്ല വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏതൊക്കെയാണോ ഉള്ളത്, അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അക്കാര്യങ്ങളൊക്കെ തന്നെയും റബ്ബിൽ പരിപൂർണമായും തവക്കുൽ ചെയ്യുന്ന, പരമേൽപ്പിക്കുന്ന ആളുകളായിരിക്കും അവർ. വിശ്വാസികളുടെ 3 ഗുണമാണത്. വീണ്ടും പറഞ്ഞു വല്ലദീന യുഖീമൂന സ്വലാ. അവർ നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കും. വമിമ്മാ റസഖ്നാഹും. വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ അൻഫാലിന്റെ ആദ്യ ഭാഗത്തിലൂടെ വിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് നമ്മെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ആൽ ഇംറാനിലൂടെയും കാണാൻ സാധിക്കും. അള്ളാഹു പറയാണ്, വിശ്വാസികളായ ആളുകൾ അവർ പറയുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, വല്ലദീന യഖൂലൂന. അവർ പ്രാർത്ഥിക്കും, അവർ പറയും, റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. റബ്ബനാ ഇന്നനാ ആമന്നാ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു,
അല്ലാഹുവേ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്ത് നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുവോട് സദാ പാപമോചനം തേടുന്ന ആളുകളായിരിക്കും വിശ്വാസികൾ. മാത്രവുമല്ല റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആ വിശ്വാസികൾ പറയുന്ന വർത്തമാനം വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും വിശ്വാസികൾ എന്ന് വിശ്വാസികളുടെ സ്വഭാവം വിവരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിലൂടെ പറയുകയാണ്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, ആ പ്രാർത്ഥിക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കുന്ന സ്വഭാവം അവർ അസ്വാബിരീന വസ്വാദിഖീന വൽ ഖാനിതീന വൽ മുൻഫിഖീന വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അവർ അസ്വാബിരീന സ്വബറുള്ളവരായിരിക്കും, ക്ഷമ കൈകൊള്ളുന്നവരായിരിക്കും, വസ്വാദിഖീന അവർ സത്യം പറയുന്നവരായിരിക്കും, കളവ് പറയുന്നവരായിരിക്കില്ല, മാത്രവുമല്ല വൽ മുൻഫിഖീന അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരായിരിക്കും, വൽ ഖാനിതീന അല്ലാഹുവെ ഭയപ്പെടുന്ന ആളുകളായിരിക്കും, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ അല്ലാഹുവോട് പാപമോചനം തേടുന്ന ആളുകളുമായിരിക്കും അവർ. അല്ലാഹുവെ ഭയപ്പെടുന്ന, അല്ലാഹുവോട് നരകത്തെ തൊട്ട് മോചനം തേടുന്ന ആളുകൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, അവർ സ്വബറുള്ളവരായിരിക്കും, ക്ഷമാലുക്കളായിരിക്കും, അവർ സത്യം പറയുന്നവരായിരിക്കും, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളായിരിക്കും, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെന്ന് അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുന്നവരായിരിക്കും വിശ്വാസികൾ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സൂറത്ത് തൗബയിലൂടെയും കാണാൻ സാധിക്കും, അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂനസ് സായിഖൂനർ റാക്കിഊനസ് സാജിദൂനൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ വൽ ഹാഫിളൂന ലിഹുദൂദിബൂന, അവർ തൗബ ചെയ്യുന്നവരായിരിക്കും. ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അത് ഓരോന്നോരോന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് റബ്ബേ ഇനി ഞാനത് ആവർത്തിക്കില്ല റബ്ബേ, വന്നുപോയതാണ്, എന്റെ ബുദ്ധിമോശം കൊണ്ടാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് താൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് വിനീതനായിക്കൊണ്ട് മടങ്ങുന്ന തൗവാബീങ്ങളായിരിക്കും അവർ. മാത്രമല്ല വൽ ആബിദീന, അവർ അല്ലാഹുവിനെ നിരന്തരമായി കൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. വൽ ഹാമിദീന വൽ ഹാമിദൂന, അവർ അല്ലാഹു അങ്ങേയറ്റം സ്തുതിക്കുന്നവരായിരിക്കും. എന്ത് പ്രയാസമുണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും സുഖത്തിലും ദുഃഖത്തിലും റബ്ബിനോട് ഹംദ് ചെയ്യുന്ന ആളുകളായിരിക്കും വിശ്വാസികൾ. വസ്സഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്നവരായിരിക്കും അവർ. വറാക്കിഊന സാജിദൂൻ, അല്ലാഹുവിന് വേണ്ടി സുജൂദും റുകൂഉം ചെയ്യുന്നവരായിരിക്കും അവർ. വല്ലാമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ, അല്ലാഹുവിന് വേണ്ടി നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ദീനീ പ്രവർത്തകരായിരിക്കും അവർ. അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ കാത്തു, അതായത് റബ്ബ് പറഞ്ഞിട്ടുള്ള ആ ഒരു വക്കിൽ നിന്നുകൊണ്ട്, ആ വൃത്തത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുന്നവരായിരിക്കും വിശ്വാസികൾ. എന്നിട്ട് അല്ലാഹു പ്രവാചകനോട് പറയുകയാണ്, പ്രവാചകരെ വബശ്ശിരിൽ മുഅ്മിനീൻ, അങ്ങനെയുള്ള ആളുകൾക്ക്, വിശ്വാസികളായ ആളുകൾക്ക് സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണേ പ്രവാചകരെ. എത്ര ഗുണങ്ങളും വിശേഷണങ്ങളും സ്വഭാവങ്ങളുമാണ് വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ആ സ്വഭാവങ്ങളും ഗുണങ്ങളും ഉയർത്തുന്നവരെയാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്തുൽ മുഅ്മിനൂനിന്റെ മധ്യഭാഗത്തെ ആയത്തിലൂടെയും ചില ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ, തീർച്ചയായും വിശ്വാസികൾ അവർ അല്ലാഹുവെ അങ്ങേയറ്റം ഭയപ്പെടുന്നവരാണ്. അല്ലാഹുവെ ഭയപ്പെടുന്നവർ എന്നല്ല പറഞ്ഞത്, അല്ലാഹുവെ അങ്ങേയറ്റം ഭയപ്പെടുന്നവർ, വീണ്ടും വീണ്ടും ഭയപ്പെടുന്നവർ. എന്തുകൊണ്ടാണ് അങ്ങനെ ഭയപ്പെടുന്നത്? നമുക്ക് വിശദീകരിക്കാം. രണ്ടാമതായി കൊണ്ട് പറയുന്നത് വല്ലദീനഹും ബി ആയാത്തി റബ്ബിഹിം യുഅ്മിനൂൻ, ആയാത്തുകളിൽ, ദൃഷ്ടാന്തങ്ങളിൽ, അമാനുഷിക കഴിവുകളിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും യഥാർത്ഥ വിശ്വാസികൾ. വീണ്ടും പറയുന്ന ആ വിശ്വാസികളുടെ ഗുണങ്ങൾ വല്ലദീനഹും ബി റബ്ബിഹിം ലാ യുശ്രികൂൻ, അവർ തങ്ങളുടെ രക്ഷിതാവിൽ ഒന്നിനെയും പങ്കുചേർക്കാത്തവരായിരിക്കും. വീണ്ടും പറയുന്നു വല്ലദീന യൂതൂന മാ തൗ വഖുലൂബുഹും വജിലത്തുൻ, നൽകുകയാണെങ്കിൽ, അവർ വല്ലതും കൊടുക്കുകയാണെങ്കിൽ, അവർ വല്ലതും പ്രവർത്തിക്കുകയാണെങ്കിൽ
അവരുടെ ഉള്ളങ്ങൾ പിടക്കുകയാണ്, പേടിച്ച് നടുങ്ങുകയാണ്. നന്മ ചെയ്യുന്ന വിശ്വാസികൾ നന്മ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, ഞങ്ങളുടെ മടക്കം ഞങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കിലേക്കാണ്. പേടിക്കുന്ന ഹൃദയത്തോടു കൂടി നന്മകൾ ചെയ്യുന്ന വിശ്വാസികൾ, നോക്കൂ വിശ്വാസികളുടെ സ്വഭാവം, പേടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നന്മ ചെയ്യുന്നു, അവർ പേടിക്കുന്നു, നന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പേടികൾ ഇങ്ങനെ പേടി വന്നുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ വിശ്വാസികളുടെ സ്വഭാവമായി കൊണ്ടല്ല പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി പറഞ്ഞത് ഇന്നല്ലദീഹിം മുഷ്ഫിഖൂൻ, അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ അവർ തങ്ങളുടെ രക്ഷിതാവിനെ അങ്ങേയറ്റം ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, പേടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താ ഇത്ര പേടിക്കുവാൻ? നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നമസ്കരിച്ചാൽ, ഒരു നോമ്പ് നോറ്റാൽ, അതുപോലെ തന്നെ സക്കാത്ത് നമ്മൾ നമസ്കരിച്ചു, സന്തോഷമായി. നോമ്പെടുത്താൽ ഈ വർഷത്തെ നോമ്പ് ഞാൻ നോറ്റ് കഴിഞ്ഞു, എനിക്ക് സന്തോഷമായി. സ്വതക്ക കൊടുത്താലും അതുപോലെ തന്നെ സക്കാത്ത് കൊടുത്താലും എന്റെ ബാധ്യത വീടി എന്നുള്ള സമാധാനം, ഹജ്ജ് ചെയ്താലും എന്റെ ബാധ്യത വീടി എന്നുള്ള സമാധാനം. പക്ഷെ വിശ്വാസികളുടെ സ്വഭാവം എന്താണെന്നോ, അവർ നന്മ ചെയ്യുന്ന ആളുകൾ, അവർ നന്മ ചെയ്യുന്നതിനനുസരിച്ച് കൊണ്ട് റബ്ബിക്കുന്നൊരവസ്ഥ. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അങ്ങനെ വന്നത്? നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മുടെ നമസ്കാരത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. നമസ്കരിക്കുന്ന ആളുകൾക്ക് സമാധാനമുണ്ടോ? വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാവുന്നു നാശം. ആ വയലിന് പണ്ഡിതന്മാർ മഅന കൊടുത്തിട്ടുള്ളത് നരകമിക്കുന്ന ആളുകൾക്കാകുന്നു നരകം. എന്തുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾക്ക് നരകമുണ്ട്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരുടെ നമസ്കാരം അശ്രദ്ധരായിക്കൊണ്ടാണ് അവർ നമസ്കരിക്കുന്നത്. അശ്രദ്ധരായിക്കൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശമാണ്, നരകമാണ്. മാത്രമല്ല അല്ലദീനഹും യുറാഊൻ, ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ നമസ്കരിക്കുന്നത്. ശ്രദ്ധാപൂർണമാണോ? പരമാവധി അള്ളാഹുവെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബിനെ ഓർത്തുകൊണ്ടാണോ? അതോ അള്ളാഹു അല്ലാത്ത നമസ്കാരത്തിൽ മാത്രം മറ്റുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നമസ്കാരമാണോ? എങ്കിൽ നമ്മുടെ നമസ്കാരം ഈ ഗണത്തിൽ പെടുമോ എന്ന പേടി നമുക്കുണ്ടാവണ്ടേ? നമസ്കരിച്ചു കഴിഞ്ഞാൽ എന്റെ നമസ്കാരം എനിക്ക് രക്ഷയാണോ ശിക്ഷയാണോ എന്നുള്ള പേടി വിശ്വന്നത്. അതല്ല ഇത് നമ്മെ മനസ്സിലാക്കി തരുന്നത്. നമസ്കരിക്കുന്ന ആളുകൾക്ക് പേടിയാണ്, ആദിയാണ്. കാരണം എന്താ? ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാവുന്നു നരകമെന്ന് പറഞ്ഞു തരുമ്പോ ആ നമസ്കാരക്കാർക്കുള്ള നരക ഉൾപ്പെടുന്ന ആളുകൾ ഞാൻ പെടുമോ എന്നുള്ളൊരു പേടി വേണം. എന്റെ നമസ്കാരം റബ്ബ് സ്വീകരിക്കണം, റബ്ബേ എന്റെ നമസ്കാരം സ്വീകരിക്കണമേ പറയാൻ സാധിക്കുന്നുണ്ട് റബ്ബിനോട്. എന്റെ നമസ്കാരം സ്വീകരിക്കണമേ റബ്ബേ എന്ന് ഇത് പേടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ ആളുകളുടെ സമാധാനം, നോമ്പെടുത്തു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാണ് എന്ന് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, എത്ര നോമ്പുകാർ, ആ നോമ്പുകാർക്ക് അവരുടെ വിശപ്പും ദാഹവും സഹിച്ചു എന്നല്ലാതെ മറ്റെന്താണ് അവർക്ക് നേടിയെടുക്കാനുള്ളത് എന്ന് ചോദിച്ചില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അവർ നോമ്പ് നോറ്റത് അല്ലാഹു സ്വീകരിക്കുന്നില്ല. കാരണം അവർ ആ നോമ്പിന്റെ പവിത്രത കൊണ്ടാണ് അവർ നോമ്പെടുത്തത് എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആ കൂട്ടത്തിലാണോ നമ്മൾ പേടിക്കേണ്ടതില്ലേ? സ്വതക കൊടുത്താലും സക്കാത്ത് കൊടുത്താലും അതേ അവസ്ഥ തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് ആദ്യമായി വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുന്നവരിൽ ഒരു പണക്കാരനുണ്ട്. ആ പണക്കാരനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയായിക്കൊണ്ട്, സമ്പത്ത് ഞാൻ നൽകിയിരുന്നുവല്ലോ, എന്നിട്ട് നീ അത് എന്തിൽ ചെലവഴിച്ചു എന്ന്. അവൻ പറഞ്ഞു, ഞാൻ ധാരാളം സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, സ്വതക്ക കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. എന്റെ അടുക്കൽ വന്നാൽ ആളുകൾക്ക് പരിഹാരം കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഞാനൊരു ധർമ്മിഷ്ഠനാണ് എന്ന പേരിലായിരുന്നു ദുനിയാവിൽ അറിയപ്പെട്ടിരുന്നത് എന്ന് പോലും എന്താണ് മറുപടി കൊടുത്തത്? നീ ധർമ്മിഷ്ഠനാണ് എന്ന് അറിയപ്പെട്ടിട്ടുണ്ട് ദുനിയാവിൽ. അതിനു വേണ്ടിയിട്ടായിരുന്നുവല്ലോ നീ സദഖ കൊടുത്തത്, ദാനം കൊടുത്തത്. അതുകൊണ്ട് ദുനിയാവിൽ നീ ധർമ്മിഷ്ഠൻ എന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിനക്ക് നരകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സദഖ കൊടുത്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതുപോലെ തന്നെയാണ് ഹജ്ജും ആണോ?
ആ ഹജ്ജ് ചെയ്തു എന്ന് പറയിപ്പിക്കുവാനും താൻ ഹജ്ജ് ചെയ്തു എന്ന് മറ്റുള്ളവരെ അറിയിക്കുവാനും വേണ്ടിയിട്ടാണ് എങ്കിൽ ഹജ്ജ് സ്വീകാര്യമാവുകയില്ല എന്നല്ലേ നമ്മെ പഠിപ്പിക്കപ്പെട്ടത്. ഇങ്ങനെ നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ചെയ്യുന്ന ആളുകളായ നമുക്ക് സമാധാനമാണ് ഉണ്ടാകുന്നത് എങ്കിൽ സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്നത് നമുക്ക് സമാധാനമില്ല എന്നുള്ളതാ, നമുക്ക് നിലനിൽക്കുന്നത് എന്നുള്ള അള്ളാഹുവിന്റെ ഗൗരവമായ നിർദ്ദേശമല്ലേ, സൂചനയല്ലേ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് പ്രവർത്തനങ്ങൾ എന്തിരിക്കുമോ എന്നുള്ള ഒരു ഭയപ്പാട് നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നുള്ള വളരെ ഗൗരവമായ സൂചന നൽകുന്നത്. സമാധാനമുള്ള മനസ്സല്ല വിശ്വാസികളുടേത്, സമാധാനിക്കുവാനുള്ള വകുപ്പുമില്ല നമുക്ക്. മറിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രയാസമാണ് ഉണ്ടാകുന്നത് എന്ന ഗൗരവമായ സൂചന അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. തീർച്ചയായും വിശ്വാസികൾ തങ്ങളുടെ രക്ഷിതാവിനെ അദൃശ്യ നിലയിൽ ഭയപ്പെടുന്നവരാണ്, പേടിക്കുന്നവരാ. ആരും കാണാതെ ആരും അറിയാതെ തന്റെ റബ്ബിനെ പേടിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ് വിശ്വാസികൾ. അങ്ങനെയുള്ള വിശ്വാസികൾക്ക് ലഹും മഗ്ഫിറത്തും വ അജ്റുൻ കബീർ, അവർക്ക് പാപമോചനവും അതുപോലെ തന്നെ വലിയ വലിയ പ്രതിഫലവും അവർക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വിശ്വാസികൾക്ക്, നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, സക്കാത്ത് കൊടുക്കുന്ന വിശ്വാസികൾക്ക് അവർക്ക് അദൃശ്യമായ നിലയിൽ തന്റെ റബ്ബിനെ പേടിക്കുന്നതിന്റെ കാരണത്താൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനവും ഉന്നതമായ പ്രതിഫലവും നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. പേടി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പേടിച്ചുകൊണ്ടേയിരിക്കണമെന്നർത്ഥം. ഒരു പേടി കൊണ്ട് നിൽക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് എന്താ പറയാൻ പറഞ്ഞത്? നബിയെ കുൽ, താങ്കൾ പറയണം, ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം. ഒരു ദിവസത്തെ തന്റെ രക്ഷിതാവിനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു ദിവസത്തെ കുറിച്ചുള്ള പേടിയാണ് എനിക്കുള്ളത് എന്ന് നബിയെ ഈ സമൂഹത്തോട് താങ്കൾ പറഞ്ഞു കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. പേടിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ, ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമാധാനിക്കുവാനുള്ള വക ഈ ലോകത്തെ നന്മ ചെയ്യുന്നവർക്ക് പോലും ഇല്ല എന്നുള്ള ഗൗരവമായ സൂചനയാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശ്വാസികളുടെ സ്വഭാവത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത്. തങ്ങളുടെ രക്ഷിതാവിന്റെ ആയാത്തുകളിൽ വിശ്വസിക്കുന്നവരായിരിക്കും അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരുപാട് ആയാത്തുകൾ, സൂര്യനും ചന്ദ്രനും അതുപോലെ തന്നെ ഭൂമിയും അതുപോലെ തന്നെ മനുഷ്യർ പോലും ശുദ്ധ ഖുർആനും എല്ലാം അള്ളാഹുവിന്റെ ആയാത്തുകളാ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാ. ഈ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്ന സ്വഭാവമുള്ള ആളുകളായിരിക്കണം വിശ്വാസികളുടെ സ്വഭാവമുള്ള, വിശ്വാസികളുടെ ക്രെഡിറ്റ് ഉള്ള ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഓരോന്നിനെയും അതിൻ്റെതായ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് കാണണം എന്നുള്ള ഗൗരവമായ നിർദ്ദേശമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ നൽകുന്നത്. വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അവർ തങ്ങളുടെ രക്ഷിതാവിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. അള്ളാഹുവിനുള്ള ആരാധന അത് കൃത്യമായി കൊണ്ട് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭാഗത്ത് അള്ളാഹു സൃഷ്ടാവും ബാക്കിയെല്ലാം സൃഷ്ടികളുമാണ്. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പറയുകയാണ് എങ്ങനെ ശിർക്ക് വരുമെന്ന്. ഒരു ഭാഗത്ത് അള്ളാഹു നമ്മുടെ സൃഷ്ടാവായ രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ബാക്കിയെല്ലാം ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും, കാറ്റും കോളും മലക്കും ജിന്നും അതുപോലെ തന്നെ മഴയും തുടങ്ങി ലോകത്തുള്ള സർവ്വ വസ്തുക്കളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ്. റബ്ബ് മാത്രമാണ് സൃഷ്ടാവ്. ഈ സൃഷ്ടാവിന് നൽകുന്ന ഏതെങ്കിലും ഒരു ആരാധന അല്ലെങ്കിൽ ആ ആരാധനയിൽ പെടുന്ന ഏതെങ്കിലും ഒരു സ്വഭാവം, ഒരു പേടി, ഒരു പ്രതീക്ഷ, ഒരു സ്നേഹം, ഒരു ആദരം ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് നൽകിക്കഴിഞ്ഞാൽ അതാണ് റബ്ബിന് നൽകേണ്ടതിന് പകരം ഈ സൃഷ്ടികൾക്ക് നൽകുന്ന ആരാധന എന്ന് നാം മനസ്സിലാക്കുക. കൃത്യമായി കൊണ്ട് റബ്ബിന് നൽകാവുന്ന, റബ്ബിന് നൽകേണ്ട ഏതൊന്നുണ്ടോ അത് റബ്ബിന് മാത്രമേ നൽകുവാൻ പാടുള്ളൂ. അതല്ലാത്ത യാതൊന്നിന്, ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് നമ്മുടെ ആരാധനയുടെ ഏതെങ്കിലും ഒരു വഴി പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ
പങ്കു ചേർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇസ്ലാം നമുക്ക് നൽകുന്നത്. ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗം ഹറാമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അവർക്ക് സ്വർഗം ഹറാമാണ്, നരകം നിർബന്ധമാണ് എന്ന് പറഞ്ഞു. എത്ര അമൽ ചെയ്താലും അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് കൃത്യമായി കൊണ്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരണ്ണുമണി തൂക്കം പോലും ശിർക്കിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് അല്ലാഹു പറയുകയാണ്, വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബുഹും വജ്ലത്തുൻ. അവർ വല്ലതും നൽകുകയാണെങ്കിൽ, അവർ വല്ലതും കൊടുക്കുകയാണെങ്കിൽ, അവർ വല്ലതും പ്രവർത്തിക്കുകയാണ് എങ്കിൽ അവരുടെ ഉള്ളങ്ങൾ കാളുകയാണ്, പേടിക്കുകയാണ്. അവർ എന്തേ അവർ പേടിക്കുന്നത്? താൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, നന്മകൾ ചെയ്തിട്ടും പേടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിവരിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ, അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കലേക്കാണല്ലോ മടക്കമെന്നോർത്തുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ റബ്ബ് സ്വീകരിക്കാതെ പോയാൽ എന്റെ എത്രയെത്ര സമയങ്ങളാണ് എനിക്ക് നഷ്ടപ്പെട്ടത്, എന്റെ ജീവിതമാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഇനി ഒന്ന് മാറി ചിന്തിച്ച് ഒന്ന് മടങ്ങി വന്ന് സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് വീണ്ടും വിചാരണക്കായി പോകുവാൻ എനിക്ക് സാധിക്കുകയില്ലല്ലോ, എന്റെ അമലുകൾ പാഴായി പോകുമല്ലോ എന്നോർത്തുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടം മുഴുവനും റബ്ബിന് വേണ്ടി നിഷ്കളങ്കമായി കൊണ്ട് അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നവരായിരിക്കും അവർ എന്ന് വിശ്വാസികളുടെ സ്വഭാവമായി കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ വിവരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പേരിൽ നമുക്ക് സമാധാനിക്കുവാൻ വകയില്ല. വിശ്വാസിയാണ് എന്ന പേരിൽ നമുക്ക് സമാധാനിക്കുവാൻ വകയില്ല. നന്മ ചെയ്തിട്ടുണ്ട് എന്നുള്ള പേരിൽ നമുക്ക് സമാധാനിക്കുവാനുള്ള വകയില്ല. മറിച്ച് നാം പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയും റബ്ബ് സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ടാകുന്നത് വരെ, റബ്ബ് സ്വീകരിക്കണമെന്നുള്ള നിയ്യത്തുണ്ടാകുന്നത് വരെ പ്രവർത്തനങ്ങളെ പേടിയോടുകൂടി കാണുകയും റബ്ബേ എന്നിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്ന് നിഷ്കളങ്കമായി കൊണ്ട് റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള ഈ ജീവിതം നമുക്ക് നഷ്ടമാകുമെന്നുള്ള ഗൗരവമായ സൂചനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് പേടിച്ച് അവനിലേക്ക് കൂടുതൽ അടുത്ത് അല്ലാഹുവെ ഓർത്ത് മുത്തഖീങ്ങളായി കൊണ്ട് ജീവിച്ച് മരിക്കുവാൻ ശ്രമികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് നഷ്ടങ്ങൾ വരുന്ന ആളുകൾ അത് വലിയൊരു പരാജയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എടുത്തെടുത്ത് പഠിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്, നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്തിട്ട് എന്നുള്ളത്. ഇന്നും നമ്മൾ ഓതിയ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലൂടെ കാണാൻ സാധിക്കും, അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന സുൻആ. ഐഹിക ജീവിതത്തിലെ തങ്ങളുടെ പ്രയത്നം പിഴച്ചു പോയ ആളുകൾ ജീവിതത്തിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്, നന്മയാണ് എന്ന് നമ്മൾ കരുതി, അത് നമുക്ക് കിട്ടുമെന്ന് കരുതി പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി ചെല്ലുകയും എന്നിട്ട് നമ്മുടെ നന്മകൾ നഷ്ടപ്പെട്ടു പോകുകയും ചെയ്യുന്ന ഒരവസ്ഥ, ദുരന്തപൂർണമായ ഒരവസ്ഥയാണ് പരലോകത്ത് നമുക്കുണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ, ആ കാണുന്ന തിഹാമാ മല, ആ തിഹാമാ മലയേക്കാൾ ദാനധർമ്മങ്ങളുമായി കൊണ്ട് സൽക്കർമ്മങ്ങളുമായി കൊണ്ട് നിങ്ങൾ അല്ലാഹു വേണ്ടി വരികയാ. എന്നിട്ട് വിചാരണ കഴിയുന്നതോടുകൂടി അവരുടെ നന്മകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകുകയാണ്. അതൊക്കെ ഹബാ മൻസൂറ, എല്ലാം ധൂളി ധൂളിയായിക്കൊണ്ട് പാറിപ്പോകുകയാണ്. സ്വഹാബികൾ പേടിച്ചുകൊണ്ട് റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ തെറ്റുകൾ ഞങ്ങളുടെ നന്മകളൊക്കെ ഇല്ലായ്മയുണ്ടാകാനുള്ള എന്ന് റസൂലിനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അതിന് മറുപടി കൊടുത്തത്, നിങ്ങൾ നന്മ ചെയ്യുന്നതോടൊപ്പം തിന്മയിൽ നിന്ന് വിരമിക്കുന്നില്ല എന്നുള്ളതാണ്. നന്മ ചെയ്യണം, തിന്മ ഒഴിവാക്കണം. നമ്മുടെ നന്മകൾ നമുക്ക് കൃത്യമായി ലഭിക്കുവാൻ നന്മയിലൂടെയുള്ള ജീവിതം മാത്രമാണ് നമുക്ക് അഭികാമ്യം എന്ന് നാം മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബി ആരാണ്, പാപ്പരായവരാരാണ് എന്ന് സ്വഹാബികൾ പറഞ്ഞു, സമ്പത്ത് നഷ്ടപ്പെട്ടവരാണ് പാപ്പരായവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ ഉദ്ദേശിച്ച പാപ്പരായവർ
നാളെ പരലോകത്ത് ധാരാളം നന്മകളുമായി കൊണ്ട് വിചാരണയ്ക്കായി അവർ വരും. എന്നിട്ട് വിചാരണ കഴിയുന്നതോടുകൂടി വിചാരണ നടക്കുന്ന സന്ദർഭത്തിൽ അവരാൽ ആക്രമിക്കപ്പെട്ട ആൾ, അവർ തെറി പറഞ്ഞ, അവർ പരിഹസിച്ചിട്ടുള്ള, അവർ ആക്രമിച്ച ഒരുപാട് ആളുകൾ അവന്റെ അടുക്കിലേക്ക് വരികയാണ്. അതിന് പരിഹാരമായി കൊണ്ട് അവന്റെ നന്മകൾ എടുത്തു കൊടുക്കുകയാണ്. നന്മകൾ കഴിഞ്ഞാൽ ഈ പരിഹസിക്കപ്പെട്ട ആളുകളിൽ നിന്ന് അവരുടെ തിന്മകൾ ഇവനിലേക്ക് ചാർത്തുകയാണ്. ധാരാളം നന്മ ചെയ്തിട്ടുണ്ട്, അവസാനം തിന്മ മാത്രമായിക്കൊണ്ട് നരകത്തിലേക്ക് അവനെ വലിച്ചെറിയുന്ന രംഗം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ കുറെ നന്മകൾ ചെയ്തു എന്നുള്ളതല്ല, തിന്മയിൽ നിന്ന് വിരമിക്കുന്ന ഒരവസ്ഥയും വിശ്വാസികളുടെ സ്വഭാവമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാന ഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, ഉലൈക, അവർ, അക്കൂട്ടം, അത്തരം ആളുകൾ, യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ പോകുന്നവരാണ്. കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യുവാനുള്ള ഒരു താല്പര്യം കാണിക്കുന്ന ആളുകളാണ് അവർ. വഹും ലഹാ സാബിഖൂൻ, അവർ ആ നന്മകളിൽ മുൻകടക്കുന്നവരുമാണ്. നന്മകൾ ധാരാളമായി കൊണ്ട് ധൃതിപ്പെട്ടുകൊണ്ട് വീണ്ടും വീണ്ടും നന്മകൾ ചെയ്യുകയും ആ നന്മകളാൽ മുന്നോട്ട് പോകുന്ന ആളുകളുമായിരിക്കും അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങൾ, വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്ന ഗൗരവമായ സൂചനയാണ് വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക അധ്യാപനങ്ങളിലൂടെയും നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ജീവിതം മുഴുക്കയും റബ്ബിനെ കുറിച്ച് ഓർമ്മയും ചിന്തയുമുള്ള, റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്ന മനസ്സുള്ള വിശ്വാസികളായി മാറുവാൻ നമുക്ക് കഴിയണം. അല്ലാഹു പറഞ്ഞുവല്ലോ, അല്ലദീന യദ്ഖൂദൻ വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും സദാ അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾ. ഏത് സമയത്തും അല്ലാഹുവിനെ ഓർമ്മിക്കുക. അവർ നടക്കുന്ന സന്ദർഭത്തും നിൽക്കുന്ന സന്ദർഭത്തും കിടക്കുന്ന സന്ദർഭത്തിലുമൊക്കെ അല്ലാ 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 എന്നുള്ള ഓർമ്മയിലൂടെ ജീവിക്കുന്നവരാണ്. മാത്രവുമല്ല, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, കാണുമ്പോൾ ആ ആകാശഭൂമികളെ കണ്ടുകൊണ്ടവർ ഇങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്, അതിലുള്ള അത്ഭുതങ്ങൾ എന്തെല്ലാമുണ്ട്. ഇതൊക്കെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനല്ലാഹ്, സുബ്ഹാനക, അവൻ എത്ര പരിശുദ്ധനാണ്. ആകാശഭൂമികളെ കണ്ടുകൊണ്ട്, അതിലുള്ള അപൂർവമായ കണ്ടുകൊണ്ട് ഇതൊരു മനുഷ്യനും സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. ഇത് സൃഷ്ടിച്ച ഒരു പരിശുദ്ധനായ നാഥൻ, അവൻ സുബ്ഹാനക, അവൻ എത്ര പരിശുദ്ധനാ. എന്നിട്ട് അല്ലാഹുവോട് അവർ പറയുന്ന വർത്തമാനമുണ്ട്, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഇതൊക്കെ സൃഷ്ടിച്ചത് വെറുതെയല്ല, വെറുതെ നീ ഇത് സൃഷ്ടിക്കുകയില്ല. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാ. അദാബന്നാർ, ഈ ആകാശങ്ങളും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഈ ലോകത്തുള്ള സർവ്വ സംവിധാനങ്ങളും സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു രക്ഷിതാവാണ് എന്നോട് പറയുന്നത്. സ്വർഗം സൃഷ്ടിച്ചിട്ടുണ്ട്, അതിലെ സന്തോഷകരമായ അനുഭവങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്, നരകം സൃഷ്ടിച്ചിട്ടുണ്ട്, അതിലെ ശിക്ഷകളും സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടന്തരമായിക്കൊണ്ട് വിശ്വാസികളായ ആളുകൾ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും പറയും, പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആ ചോർത്ത് സദാ റബ്ബിനെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിന്റെ നരകമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ശ്രദ്ധിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക, അതിനുവേണ്ടി ശ്രദ്ധിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ പാവങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്ത് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എന്നിവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ഞങ്ങളിൽ രോഗമുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളിലും അതുപോലെ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളിലും ഞങ്ങളുടെ സഹോദരങ്ങളിലും ഞങ്ങളുടെ കൂട്ടുകാരിലുമൊക്കെ ഒരുപാട് രോഗികളായി കഴിയുന്ന, മാനസികമായ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലാഹുവേ, സർവ്വതും നീ സ്വീകരിക്കുകയും പ്രതിവിധി ചെയ്യുകയും ചെയ്യണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.